ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഷോപ്പിംഗ് വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കിച്ചണിലോട്ട് മേടിച്ച ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇനി പുതിയതായിട്ട് അഡീഷണലായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് കാണിക്കുന്നത് ഞാൻ എയർ ഫ്രയർ ആണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഇത് ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ഹെൽത്തി കുക്കിങ്ങിൽ എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുന്ന കുക്കിംഗ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ എയർ ഫ്രയർ. സത്യത്തിൽ ഇതിനകത്ത് എല്ലാ സാധനവും നമ്മൾ സാധാരണ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നുണ്ട്. പിന്നെ അറിയാലോ, എണ്ണയ്ക്കകത്ത് വറുത്ത് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഒന്ന് ഹെൽത്തിൽ വളരെ ശ്രദ്ധയുള്ളവർക്കാണെങ്കിൽ റിഗ്രറ്റ്, അയ്യോ ഞാൻ ഒത്തിരി എണ്ണ ഉപയോഗിച്ച്. അതേസമയം എയർ ഫ്രയർ എണ്ണ ഇല്ലാതെ കഴിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ഫ്രയർ എനിക്ക് തോന്നുന്നത് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക. അതിനകത്ത് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ്, പ്രത്യേകിച്ച് ചിക്കൻ, അതുപോലെ തന്നെ ഈ ഫ്രോസൺ ഐറ്റംസ് ചെയ്യുക. അല്ലെങ്കിൽ ഈവൻ ഞാനിപ്പോൾ ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും അത് പഴംപൊരി ഉണ്ടാക്കുന്നതുമാണ്, രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് പല സാധനങ്ങളും ചെയ്യാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ളൊരു കുക്കിങ്ങിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടാണ് ഈ എയർ ഫ്രയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിക്കാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ എയർ ഫ്രയർ എന്ന് പറയുമ്പോൾ. ഞാൻ ഈ ഫിലിപ്സിൻ്റെയാണ് എടുത്തത്. വളരെ കൺവീനിയൻ്റാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. അത് ക്ലീനിങ് ഒക്കെ ആണെങ്കിലും നല്ല എളുപ്പം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ എല്ലാം നമുക്ക് മാനുവലൊക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ 200 എത്രയാണ് ടെമ്പറേച്ചർ വെക്കേണ്ടത് അതിൻ്റെ കറക്റ്റായിട്ടൊക്കെ അവിടെ നമുക്ക് കാണിക്കാൻ പറ്റും. ടൈമും ഒക്കെ നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫാക്കാം, ഇങ്ങനെ തിരിച്ചൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ എയർ ഫ്രയർ. ഇപ്പോൾ വാങ്ങിക്കാത്തവരെല്ലാം ഒന്ന് ചെയ്ത് നോക്കി. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ഞാനടുത്ത് ബനാന, നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടായല്ലോ, അതും ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടത് ചിക്കൻ ഫ്രൈഡൊക്കെ ആ ഒരു നമുക്ക് 15 മിനിറ്റ്സാണ് ഞാനിപ്പോൾ ഇത് വെച്ചിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്കത് പ്രവർത്തിപ്പിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ക്ലീനിങ് എടുപ്പാണ്. ഭയങ്കരമായിട്ടൊരു ബൾക്കി അല്ലതാനും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി സ്പേസ് അങ്ങനെ എടുക്കത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഐറ്റം തന്നെയാണിത് തന്നെ. ഇതിൻ്റെ വിലയും അതിൻ്റെ ലിങ്കും എല്ലാം ഞാനിതിനകത്ത് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുക. ഡീറ്റെയിൽസ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് 8,000 റുപ്പീസ്, 7,999 റുപ്പീസിനാണ് കിട്ടിയത്. അപ്പോൾ ഈ രീതിയിൽ കണ്ട് ഇതിനകത്ത് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ തന്നെ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതിനകത്ത് ഉള്ളി എണ്ണ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് മാത്രം ഒന്ന് തൂത്ത് കൊടുക്കത്തേ ഉള്ളൂ, ഓയിൽ അല്ലാതെ എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്തെ അഡ്വാൻറ്റേജ്. ഇനി അടുത്തത് ഞാൻ എയർ ഫ്രയറിൽ ഇടാൻ പറ്റുന്ന ഒരു ലൈനർ. നമുക്ക് എപ്പോഴും ഇതിനകത്ത് ആ ഒരു ഇതിലേക്ക് വെക്കുമ്പോൾ ട്രേ എപ്പോഴും നമുക്ക് കഴുകേണ്ടി വരും. അതേസമയം നമ്മൾ ഇതുപോലെയുള്ള പാച്ച്മെൻറ്റ് പേപ്പർ, ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പേപ്പർ എടുത്ത് ക്ലീൻ ചെയ്ത്, അതായത് അത് മാറ്റിയാൽ മതി. മറ്റേ പാത്രം നമുക്ക് അതിൻ്റെ ട്രേ നമുക്ക് കഴുകേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ 100 പേപ്പറാണ് ഇതിനകത്ത് ഉള്ളത്. അതിൻ്റെ പ്രൈസ് ഓൾറെഡി 217 രൂപയാണ്. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണിത്. ഇനി അടുത്തത് ഞാനൊരു ചോപ്പറാണ് കാണിക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ള ചോപ്പർ, വലിക്കുക അങ്ങനെയുള്ളത് ഇലക്ട്രിക്കും അല്ല. ഇത് നമ്മൾ നേരെ പ്രസ് ചെയ്തിട്ട് വെജിറ്റബിൾസും അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ സവോള, തക്കാളി ഇതൊക്കെ ഡെയിലി നമ്മുടെ കയ്യിൽ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെയാണ് ഇതുള്ളത്. ഇതുപോലെ ഇപ്പോൾ ഒരു ഒനിയനൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഒറ്റ സെക്കൻഡിൽ തന്നെ അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളി അതിനകത്ത് ഏറ്റവും താഴത്തെ ബ്ലേഡിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മളിതിനകത്തോട്ട് എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റക്കായിട്ട് അതിന് വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഞാനിപ്പം ഒനിയൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ തക്കാളി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് 2 പ്രാവശ്യം ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കട്ടിങ് വരും. നമുക്ക് കുറച്ചും കൂടി സ്മോളായിട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യവും കൂടി പ്രസ് ചെയ്താൽ മതി. ഈ രീതിയിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റുമാണ് കേട്ടോ ഇതും. അപ്പം ഇത് നല്ലതായിട്ട് തോന്നി. വിലയാണെങ്കിലും ഒത്തിരി ഒന്നുമില്ല, 299 റുപ്പീസാണ് ഇതിന് നമുക്ക് കിട്ടിയത്.
അപ്പോൾ ഞാനതിനകത്ത് ഇപ്പം ഓണിയന് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത പോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിനകത്ത് ഞാൻ ക്യാബേജും കൂടി കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ക്യാബേജ് കട്ട് ചെയ്തപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി അങ്ങനെ ഇടാൻ പറ്റത്തില്ല, നമ്മൾ കുറച്ച് ഇട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ആർക്കെങ്കിലും അതിങ്ങനെ കൈകൊണ്ട് കട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ലോക്ക് സിസ്റ്റം ഉണ്ട്, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ലോക്കാകും. അത് കഴിഞ്ഞ് ഇതുപോലെ മാറ്റുമ്പോഴത്തേക്കും അതിൻ്റെ ലോക്ക് മാറുന്നുണ്ട്. അങ്ങനെ പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം. നമ്മൾ ആ ബ്ലേഡ് അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഈ സാധനം നമുക്ക് എടുക്കാം. ക്ലീനിങ്ങും ഒത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് കട്ടിങ് വളരെ ഈസി ആക്കി തരും. പിന്നെ ഇതിൻ്റെ ക്ലീനിങ്ങും ഒക്കെ എളുപ്പമാണ്. നമുക്ക് ആ ബ്ലേഡ് അങ്ങ് മാറ്റിയാൽ മാത്രമേ ഒത്തിരി പാർട്സ് ഒന്നും സാധാരണ ഇത് കഴുകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് കട്ട് ചെയ്തെല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തത്. നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക തിന്നായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റൗണ്ടും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇതിൻ്റെ പ്രൈസ് എനിക്ക് വന്നിരിക്കുന്നത് 289 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി അടുത്തത് കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയ വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ നല്ല രസമുള്ളൊരു സ്റ്റാൻഡാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒതുക്കമുണ്ട്. നമ്മൾ അതിൻ്റെ 2 തട്ടായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ മുകളിലും താഴെയും ഉണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഒത്തിരി സൈസുള്ള ടിന്നുകളോ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല. ഓയിൽ ക്യാൻസ്, സ്പൈസസ് ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നമ്മുടെ അസംബ്ലി ചെയ്തെടുക്കാനും ഒത്തിരി ബുദ്ധിമുട്ടില്ല. അതിനകത്ത് ആവശ്യത്തിനുള്ള ഫിറ്റിങ്സ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ ഒത്തിരി നല്ലതാണ്. നല്ല കണ്ടോ, ഈ തടിയുടെ ക്വാളിറ്റി നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ പെയിൻറ്റിൻ്റെ ഫിനിഷൊക്കെ നല്ലതാണ്. നല്ലൊരു ക്ലാസിക് ലുക്കാണ് കേട്ടോ. നമ്മൾ ഫിറ്റ് ചെയ്ത് കിച്ചണിൽ വെച്ച് കഴിയുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നല്ല ഒതുക്കത്തിൽ സൈഡിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുകയും ചെയ്യും. അപ്പം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്റ്റാൻഡ് തന്നെയാണിത്. പിന്നെ ഇതുപോലെ നമ്മൾക്കതിനകത്ത് അതിനാവശ്യമുള്ള ആണികളും അതെല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട്. വളരെ നീറ്റായിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. വിലയും ഒത്തിരി ഒന്നുമില്ല. 589 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. 589 അല്ല കേട്ടോ, 599 ആണ്. ഇനി അടുത്ത ഇതുപോലെ ഒരു ജാറുകളാണ് മേടിച്ചത്. ഇതുപോലെ നമുക്ക് ഓയിൽ അതല്ലെങ്കിൽ നെയ്യ്, അച്ചാർ ഒക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയ മെഷറിലുള്ളൊരു ബോട്ടിൽസാണ്. 250 ml ആണ് അതിനകത്ത് കൊള്ളുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മൾ ചിലപ്പോൾ ദോശ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ എണ്ണ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് മിച്ചം ഉണ്ടാകും, പിന്നെ അത് വേസ്റ്റ് ആകും, നമുക്കത് പുരട്ടാനൊക്കെ പാടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിക്കാൻ വളരെ കൺവീനിയൻ്റ് ആണ്. ഇത് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം പോലെ എടുത്ത് വെക്കാം. കുക്കിങ്ങിൻ്റെ സമയത്ത് മാത്രം ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇത് കണ്ടോ, ഈ രീതിയിലാണിത് ഫിറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് എണ്ണയും പിന്നെ ഒരെണ്ണത്തിനകത്ത് നെയ്യും പിന്നെ ഞാനൊരു സെപ്പറേറ്റ് ജാറിന് അത് തേനുമാണ്. തേനിൻ്റെ തന്നെയായിട്ട് പറയുന്നുണ്ട്. ബാക്കി 2 എണ്ണം നമുക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ അച്ചാറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാനിതിനകത്ത് ഒന്നിനകത്ത് എണ്ണയും ഒന്നിനകത്ത് നെയ്യും അതുപോലെ തന്നെ തേനുമാണ് വെച്ചത്. കണ്ടോ, ഈ രീതിയിൽ അതിൻ്റെ ഫിറ്റിങ്, അതിൻ്റെ സ്പൂണും അതിനകത്ത് ബാക്കി എല്ലാ സാധനവും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത്. പിന്നെ കഴുകാനൊക്കെ എളുപ്പമാണ്. ആവശ്യത്തിന് സൈസൊക്കെ ഉണ്ട്. നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് രീതിയിൽ പറ്റുന്ന രീതിയിലാണ്. മെറ്റീരിയലാണ്, ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു ബൊറോസിലിൻ്റെ നല്ലൊരു ഇത് തന്നെയാണ്. ഇപ്പോൾ ഇത് മാർക്കറ്റിൽ 3 എണ്ണം ഉള്ളത് അവൈലബിൾ അല്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 4 എണ്ണത്തിൻ്റെ സെറ്റാണ് അവൈലബിൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രൈസും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ എടുത്ത് പൊട്ടുമോ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ചിതുപോലെ വെക്കാവുന്നതാണ്. അപ്പം സൈസും ഒത്തിരി വലുതല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഒതുക്കത്തിലുള്ളൊരു പാത്രം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് 3 എണ്ണത്തിൻ്റെ സെറ്റിന് ഇപ്പോഴത്തെ വില കയറി. ഇപ്പോൾ 4 എണ്ണത്തിൻ്റെ സെറ്റിന് ഇപ്പോൾ 1027 രൂപയാണ് ഇപ്പോൾ അവർ ആമസോണിൻ്റെ സൈറ്റിൽ കാണിക്കുന്നത്.
ഇനി അടുത്ത ടിഫിൻ ബോക്സ്. സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചത് 3 ഇതുള്ള പാർട്ടീഷനുള്ള ടിഫിൻ ബോക്സാണ് വാങ്ങിച്ചത്. നല്ല ലോക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു സ്പൂണും ഫോർക്കും അതുപോലെ ഇതും വന്നിട്ടുണ്ട്. എന്തതിന് ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ലോക്കാണ്, നല്ല ടൈറ്റാക്കി നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇതൊക്കെ വാഷറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ സേഫായിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും. ഇത് ഓഫീസിലോട്ടും സ്കൂളിലോട്ടും കുട്ടികൾക്ക് ടിഫിനായിട്ട് ഓഫീസിലോട്ട് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ ബോക്സിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെയ്ത് ഇപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിയും കറിയും ഒരു ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടൊരു സാമ്പിൾ ടിഫിൻ ബോക്സാണ് പാക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു ഇത് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 599 റുപ്പീസാണ്. അടുത്തത് ഞാനൊരു ഓർഗനൈസറായിട്ട് ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മുടെ കട്ടിംഗ് ബോർഡ്, ചപ്പാത്തി പലക, അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കണ തവ, അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡാണ്. ഒത്തിരി സൈസൊന്നുമില്ല. ഇതുപോലെ ഈ രീതിയിലാണ് ഇതിൻ്റെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം ബ്ലാക്ക് കളറാണ്. ഇതിന് വൈറ്റ് കളറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ വേണ്ടവർക്ക് ആ രീതിയിൽ വൈറ്റ് വാങ്ങാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചിരുന്ന ആദ്യം ഇത് താഴെ അത്ര സ്റ്റേബിൾ ആയിരിക്കത്തില്ല, ഷെയ്ക്കിങ് ആണെങ്കിൽ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടുണ്ട്. അടുത്തത് ഞാനൊരു സ്പാച്ചുല സെറ്റാണ്. സ്പാച്ചുല പലതുണ്ടെങ്കിൽ എനിക്ക് എന്തോ എല്ലാ കളറും വാങ്ങിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് വാങ്ങിച്ചത്. പക്ഷേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ ഒരു സൈസ് നല്ല കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഒത്തിരി കയ്യിലിങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഒതുക്കത്തിലുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക, എല്ലാത്തിനും ആ തടിക്കൊക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡെയിലി യൂസിന് നമുക്ക് പറ്റുന്ന ഒരു സ്പാച്ചുല സെറ്റ് തന്നെയാണ്. അപ്പം നല്ല തന്നെ പ്രോഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന് വില 499 രൂപയാണ്. ഇനി അടുത്തത് ടിഷ്യൂ പേപ്പറാണ്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ പേപ്പറാണ്. വളരെ കൺവീനിയൻ്റ്. നമുക്ക് ക്ലീനിങ്ങിനും എന്ത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റും. അതോ എന്താ പറയുക, നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പർ എടുത്ത് കളയാൻ പറ്റും. നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടി വാഷ് ചെയ്തിട്ട് പിന്നെ അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഇക്കണോമിക്കലായിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ സെറ്റാണിത്. വളരെ യൂസ്ഫുള്ളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു ട്രേ ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്യാൻഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. അത് നല്ലൊരു എസ്തെറ്റിക് ലുക്കാണ് കണ്ടോ. ഈ രീതിയിൽ സൈഡൊക്കെ നല്ല രീതിയിലൊരു വർക്കൊക്കെ വന്നിട്ട് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ വെക്കാം, അതല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെക്കാം. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ക്യാൻഡിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് പാക്കിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഡാമേജ് സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വെച്ചു. അവരുടെ പാക്കിംഗ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. ഇനി ഇതുപോലത്തെ ഒരു വെറുതെ ഒരു ഇതാണ് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഹാൻഡ് ചെയ്യാൻ മോംസ് കിച്ചൺ എന്നുള്ള രീതിയിൽ ഒരെണ്ണം നമുക്കൊരു ഡിസ്പ്ലേ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. കണ്ടോ, രസമുണ്ട്, കാണാനായിട്ട് നല്ലതാണ് അല്ലേ, നന്നായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ ഇത് വെറുതെ നമ്മുടെ കിച്ചണിലെ സ്റ്റാൻഡിലിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇനി ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് തവയാണ്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു നോൺ സ്റ്റിക്ക് തവയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അപ്പം, അതായത് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും അതുമല്ലെങ്കിൽ നമ്മുടെ ദോശയുണ്ടല്ലോ, മസാല ദോശ, നെയ് റോസ്റ്റ്, അങ്ങനെയുള്ള ദോശയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലൊരു തവയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് ഒരു ഫിനിഷും അതുപോലെ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ്. നമുക്ക് സാധാരണ വീട്ടിൽ നമ്മൾ നോർമലി നോൺ സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിലാണ് ഈ പ്രോഡക്റ്റ്. ഇനി അടുത്തത് ഗ്ലൗസാണ്. ഇത് നല്ലൊരു ക്ലീനിങ് ഗ്ലൗസാണ്. അതിനകത്ത് പ്രത്യേകമായ ഒരു ഗ്രിപ്പൊക്കെ ഉണ്ട്. പിന്നെ എനിക്കെന്തോ, ഞാൻ ബ്ലൂ ആണ് കണ്ടെങ്കിലും കിട്ടിയപ്പോൾ ഈ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കളറൊക്കെ ഓരോരുത്തർക്കും കിട്ടുന്ന പോലെ ഇരിക്കും. എന്നാലും അതിനകത്ത് ആ ഗ്രിപ്പ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പാത്രം കഴുകുമ്പോൾ, അല്ലെങ്കിൽ ബാത്റൂം, അല്ലെങ്കിൽ വാഷ് ബേസിൻ, സിങ്കൊക്കെ എവിടെ വേണമെങ്കിലും ഏത് കഴുക്കിലും അതിനാവശ്യത്തിനുള്ള ഒരു നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ രീതിയിലാണ് അതിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡെയിലി യൂസിന് വളരെ കൺവീനിയൻ്റായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്ലൗസ് തന്നെയാണിത്. അപ്പം ഇതും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 199 റുപ്പീസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഇതുപോലത്തെ
കോഫി മഗ്ഗാണ്. അപ്പോൾ എനിക്ക് സാധാരണ ഞാൻ കോഫി മഗ് മേടിക്കുമ്പോൾ ഇച്ചിരി വലിയ മഗ്ഗാണ് എനിക്കിഷ്ടപ്പെട്ടത് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഞാനതുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. കളറും ഇഷ്ടപ്പെട്ടു, മെറ്റീരിയൽ നല്ല, പിന്നെ അതുപോലെ തന്നെ അത് ഡിഷ് വാഷർ സേഫുമാണ്, അതുപോലെ മൈക്രോവേവ് സേഫായിട്ടുള്ള മെറ്റീരിയലാണ് അതിൻ്റെത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കപ്പ് മെറ്റീരിയലാണ്. കളറും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ രീതിയിൽ കണ്ടോ, അതിനകത്തൊരു പ്രത്യേക ഡിസൈനുണ്ട് അതിൻ്റെ പുറത്തുകൂടി. ആ ഡിസൈൻ വളരെ നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് 300 ml കപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. 6 സെറ്റിന് 999 റുപ്പീസാണ് ഞാൻ പേ ചെയ്തത്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്തത് ഞാനൊരു പ്ലേറ്റ്, നമുക്ക് സെർവിങ് പ്ലേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഷേപ്പും ഇതൊക്കെ കൊണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. രസമുണ്ട് കാണാൻ, കളർ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊന്നെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പീസായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ടീപ്പോയിലോ ട്രേയിലോ ഡൈനിങ് ടേബിളിലൊക്കെ എടുത്ത് വെച്ച് ട്രേ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു കളർ കോമ്പിനേഷൻ, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റ് ആയിരുന്നു കേട്ടോ. അത് കണ്ടോ, ഈ രീതിയിൽ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേറ്റ്. 2 പ്ലേറ്റാണ്, 2 പ്ലേറ്റിൻ്റെ സെറ്റാണ്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് പ്ലേറ്റാണ്. അതും ഇതുപോലെ നമ്മൾ സെർവിങ് പ്ലേറ്റാണ്. അത് ഏകദേശം നമ്മുടെ ഡിന്നർ പ്ലേറ്റ് പോലെ ഏകദേശം സൈസിലുള്ള പ്ലേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സെർവ് ചെയ്യാൻ, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒക്കെ തന്നെ പറ്റിയുള്ളതാണ്. ഇച്ചിരി ഹെവി ആയിട്ടുള്ള പ്ലേറ്റാണ്. അതിൻ്റെ കളറും അതിൻ്റെ ഡിസൈനുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. മെറ്റീരിയൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതും ഡിഷ് വാഷർ സേഫാണ്, മൈക്രോവേവ് സേഫാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റിൻ്റെ ഒരു സെറ്റ് തന്നെയാണിത്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റിൻ്റെയാണ്. ഇതൊരു മണി പ്ലാന്റിൻ്റെ പോട്ടാണ്. അത് വിത്ത് പോട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. നല്ല ഒറിജിനൽ ഒരു മണി പ്ലാന്റ് പോലെ നമുക്ക് തോന്നും. ആ രീതിയിൽ നല്ല ഫിനിഷോടുകൂടി നമുക്ക് കിച്ചണിലൊക്കെ ഡെക്കറേറ്റീവ് പീസായിട്ട് എടുത്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ്. ചില സമയത്തൊക്കെ നമ്മുടെ ചില കിച്ചൻ്റെ ചില കോർണറിലൊക്കെ ആവശ്യം സൺലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒറിജിനൽ മണി പ്ലാന്റ് അവിടെ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കുമ്പോൾ ഒറിജിനാലിറ്റി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു പ്ലാന്റിൻ്റെ ഇത് തന്നെയാണത്. അടുത്ത് വന്നിട്ട് മെഷറിങ് സ്പൂണാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന, ഞാൻ സാധാരണ മെഷറിങ് സ്പൂൺസ് എൻ്റെ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ വാങ്ങിച്ചാണ്. പക്ഷേ ഇത് സ്റ്റീലിൽ ഇതുപോലത്തെ കോട്ടഡ് ആണ് കേട്ടോ, പ്ലേറ്റഡ് ആണ്, ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള മെഷറിങ് സ്പൂൺസാണ്. കണ്ടിട്ട് കണ്ടോ, അതിനകത്ത് പിടിയൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല വുഡൻ അതിൻ്റെ ഹാൻഡിലൊക്കെ വളരെ ക്ലാസി ലുക്കാണ്. വെരി നൈസ് പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ കളറൊക്കെ പോകുന്നറിയില്ല, എന്തായാലും ഇതുവരെ ഉള്ള രീതിയിൽ അവരുടെ റിവ്യൂസൊക്കെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പം എനിക്കിതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും നല്ലൊരു സെറ്റാണ്. അടുത്തത് നമ്മളൊരു സ്പൂണിൻ്റെ സെറ്റാണ്. 4 സ്പൂണാണ്. 4 ടൈപ്പ് ഡിസൈനാണ്. വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള വെരി അട്രാക്റ്റീവായാണ് ഈ സ്പൂണിൻ്റെ ഡിസൈൻസൊക്കെ. അതുപോലെ ഇതും ഗോൾഡ് പ്ലേറ്റഡ് സ്പൂൺസാണ്. കാണാനുള്ള ഭംഗിയും നമുക്ക് ചില കുക്കിങ്ങൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് അതിനകത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സ്പൂണാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുവാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. അത്ര കോസ്റ്റ്ലി ഒന്നും അല്ലതാനും, പക്ഷേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പൂണാണ്. 4 സെറ്റായിട്ടാണ് വരുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഒരു ജാറുകളാണ്, ഭരണി പോലത്തതാണ്. അപ്പോൾ നമുക്ക് കാണാൻ ഒരു ലിറ്ററിൻ്റെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉപ്പിലിടാനൊക്കെ എടുക്കണമെങ്കിൽ അതുപോലെ ഭരണിയുണ്ടല്ലോ, ആ രീതിയിലുള്ളതാണ്. പിന്നെ അച്ചാറൊക്കെ ഇട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ പുറത്തെ ആ ഒരു ഡിസൈൻ തന്നെ ഒരു ക്ലാസി ലുക്കാണ് കേട്ടോ. നല്ല ഒരു ഇതുണ്ട്. പിന്നെ അടപ്പൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല, നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് ഇട്ട് വെക്കാൻ പോകുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ സിറിയൽസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മുസലി, കോൺഫ്ലേക്സ്, അതുപോലുള്ള സാധനങ്ങൾക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് 2 പീസായിട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ വാങ്ങിച്ചപ്പോഴത്തേക്കും 2 വൈറ്റും പിന്നെ ഒരു വൈറ്റും ഒരു ഗ്രീനും അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് 2 ഓർഡറാണ് കേട്ടോ ഇത്. അങ്ങനെയാണ് 4 പീസ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഓർഡറിൽ 2 പീസേ വരാറുള്ളൂ.
അപ്പം അതിൻ്റെ വില ഏകദേശം 899 അങ്ങനെയാണെന്ന് തോന്നുന്നു. വില ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചാനലും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.